നമസ്കാരം, ആശയമൂലമാണേ. നമ്മുടെ 2017 ഓൾട്ടോയുടെ കുറച്ച് ആൾട്രേഷൻസ് കണ്ടാലോ. ആദ്യമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. അതൊരു ഫോർച്യൂണറിൻ്റെ ഒരു സൈഡ് മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മനോഹരമായ ലുക്കാണ്, ഒരു മസ്കുലർ ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹെഡ്ലൈറ്റിൽ നമ്മൾ ക്രോം എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു ഓക്സിലറി ലൈറ്റായിട്ട് ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോണറ്റിൽ ഒരു സ്പൂഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പുറകിലേക്ക് വരികയാണെങ്കിൽ പുറകിലെ കാഴ്ച ഇതാണ്. ഇത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും വരുന്നിടത്ത് സെയിം ഫ്രണ്ടിൽ കൊടുത്തതുപോലെ തന്നെ ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കൂർഗിൽ പോയപ്പോൾ നമുക്ക് അതിൻ്റെ കൂർഗിൻ്റെ ഓർമ്മയ്ക്ക് ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ. കൂർഗിലെ സ്റ്റിക്കറാണത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കടുത്ത ആരാധകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് ബാക്ക് സൈഡിൽ. പിന്നെ നമ്മുടെ സൈലൻസിനെ കുറച്ചും കൂടെ ഒരു ബൾജി ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഐറ്റം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിനോടും മുകൾ ഭാഗത്തൊക്കെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ബീഡിങ് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് സൈഡിലേക്ക് വരികയാണെങ്കിൽ, ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസിൻ്റെ മുകളിലായിട്ട്. പിന്നെ നമ്മുടെ ഹാൻഡിൽ വരുന്ന പോർഷനിൽ ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി ശരിക്കും ഒരുപാട് ക്രോം എലമെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ ഡോറിൻ്റെ സൈഡിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഓൾട്ടോയുടെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ആ ഒരു കളർ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡ്. പിന്നെ വീൽ കപ്പ് നമ്മൾ മൂന്നാമത്തെ വീൽ കപ്പായത് വീൽ കപ്പ് ചെയ്തിട്ടുണ്ട്. മഡ് ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രോം എലമെൻറ്റ് കേസ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇൻഡിക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ടിലെ രണ്ട് സൈഡിലും ഇൻഡിക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റർ കവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ക്രോം എലമെൻ്റ് ആണ്. പിന്നീട് നമ്മൾ പാസഞ്ചർ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തേക്ക് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റാറിൻ്റെ സ്റ്റിക്കർ. പിന്നെ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബീഡിങ് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ആ ഒരു വിൻഡോയുടെ സൈഡിലായിട്ട്. പിന്നെ അപ്പുറത്ത് പറഞ്ഞ കാര്യം തന്നെ വീൽ കപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് ഫ്രണ്ട് സൈഡ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകൾ ഭാഗത്താണ്. വണ്ടിയുടെ മുകൾ ഭാഗത്തൊരു ലുക്ക് കൂട്ടാൻ വേണ്ടി, വണ്ടിക്ക് കുറച്ചൊരു ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എടുത്തിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ശരിക്കും ഒരു ലുക്ക് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സ്പോയിലർ. അപ്പോൾ ആ ഒരു സ്പോയിലർ, ബ്ലാക്ക് സ്പോയിലർ, ഇപ്പോൾ റെഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷന് വേണ്ടി ആ ഒരു സ്പോയിലറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഡോറുകൾ, നമ്മുടെ ഡോർ പോയി വാളിലേക്കൊക്കെ തട്ടി നിൽക്കുന്ന ഭാഗത്ത് തുറക്കുകയാണെങ്കിലേ അത് പോയിട്ട് ഇടിച്ചിട്ട് പെയിൻറ്റ് പോയിരിക്കാൻ വേണ്ടിയിട്ട് 4 ഡോറിലും ഞാൻ ഓരോ റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റിക്കറിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ സ്റ്റിക്കർ ബ്ലാക്ക് സ്റ്റിക്കറാണ് കേട്ടോ. അത് രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ സ്റ്റാറുമായിട്ട് ബേസ് ചെയ്തൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ലുക്കിന് വേണ്ടി കൊടുത്താണ്. ചെറുതാണ്, ഒരുപാട് വലുതൊന്നുമല്ല കേട്ടോ. നമ്മുടെ വണ്ടിയും ചെറുതാണല്ലോ. ഇത് LXA മോഡലാട്ടോ, ബേസ് മോഡലാണ്. അപ്പോൾ അതിൽ നമ്മുടെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമതാണ് ഈ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ചെയ്തായിരുന്നു കേട്ടോ. അതാണ് ഈ ബാക്കിൽ നിന്നുള്ള കാഴ്ചയിൽ അത് ഉൾപ്പെടും കേട്ടോ. അപ്പോൾ അത് ചെയ്തു. എന്നിട്ട് നമുക്ക് വീണ്ടും സൈഡിലേക്ക് പോകുകയാണെങ്കിൽ മറ്റു കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് നമുക്ക് എടുത്ത് പറയത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു കവറില്ലേ, ഇത് ക്രോം എലമെൻ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ശരിക്കും നല്ല രസമാണ് കേട്ടോ. അതൊരു കാഴ്ചയ്ക്ക് നല്ലതാണ്. ഈ രണ്ട് സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് മിററുമായിട്ട് ബന്ധപ്പെട്ട്, സൈഡ് മിററിനകത്ത് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട റൗണ്ടിൽ ഗ്ലാസ് കൂടി ഞാൻ അഡീഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എന്നാലും ഒരു ഷോയ്ക്ക് വേണ്ടി കൊടുത്താണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്താലോ. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ കാഴ്ചകളൊക്കെ കണ്ടു. നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ല. നമ്മളുടെ ഇഷ്ടദേവനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രോസ് ചിഹ്നം വെച്ചിട്ടുണ്ട്. യേശുദേവനാണ് ഉണ്ടോ. എല്ലാ മതങ്ങളെയും തുല്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്തായിട്ടൊരു ചെറിയ ഗണപതിയെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ നമ്മളൊരു ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിയതാട്ടോ. നമ്മൾ ഈശ ആദിയോഗി കാണാൻ വേണ്ടി കോയമ്പത്തൂർ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് അന്ന് അവിടെ 650 രൂപയായി. ഏകദേശം 2 വർഷത്തോളം ആകാൻ പോകുന്നു. പിന്നീട് നമ്മുടെ സ്റ്റിയറിങ്ങിൽ ഈ ഒരു പോർഷൻ ഡിസൈന് വേണ്ടി കൊടുത്തു. പ്രത്യേകിച്ചും ഉപയോഗം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നല്ലൊരു വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളയ്ക്കാൻ പറ്റും. സ്റ്റിയറിംഗ് കിടന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ മതിയാവും. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ യൂണിറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് കീ എടുത്തു. മീഡിയ പ്ലേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മൂവി കാണാൻ പറ്റും, മ്യൂസിക് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, എല്ലാം നമുക്ക് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമുക്ക് പെൻഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കി സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. റിവേഴ്സ് ക്യാമറ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. റിവേഴ്സൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഡാഷ് ക്യാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് റണ്ണിങ് ടൈമിൽ ഈ ഡാഷ് ക്യാം ഉപകാരമാണ്. പക്ഷേ ബാക്ക് സൈഡിലില്ല, ഞാൻ ഫ്രണ്ടിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ ഉള്ളിലുള്ള ലൈറ്റ്, യെല്ലോ ലൈറ്റ് മാറ്റി ഞാനൊരു വൈറ്റ് LED ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 2 സീറ്റിൻ്റെ ഭാഗത്തായിട്ട് 2 ഭാഗത്തും
ഇതുപോലുള്ള നമ്മുടെ ഒരു ഹെഡിൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദിവസത്തിന് വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ ചാർജിങ് പോയിൻ്റായിട്ട് ഇവിടെ ചാർജർ പോയിൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ ആംറസ്റ്റ് ഇവിടെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റോറേജും കൂടെയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഉപയോഗമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ടിബറ്റൻ ഫ്ലാഗ്, ബുദ്ധിസ്റ്റ് ഫ്ലാഗ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിൽ ഡിക്കി തുറന്നിട്ട് നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ബാക്കിൽ നിന്നുള്ള കാഴ്ച ബുദ്ധിസ്റ്റ് ഫ്ലാഗ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കാം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതിൻ്റെ ബൈക്കിലൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൂർഗിൽ പോയപ്പോഴേ അവിടെ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അകത്ത് വരെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മൊബൈൽ മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ചെറിയ മാല നമ്മൾ കുടജാതിരി പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിലൊരു മാല ഉണ്ടോ, ഒരു മുത്തുമാല. ശരിക്കും ഒറിജിനൽ മുത്തെന്നൊക്കെ പറഞ്ഞ് നമ്മളിത് ധനുഷ്കോടി പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മുടെ അതിൻ്റെ ഒരു യാത്രയുടെ ഓർമ്മയ്ക്ക് അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി ഡിക്കി തുറന്നിട്ട് ബാക്കി ബാക്കിലെ കാഴ്ചകളുടെ കാണാം. നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ഒരു 3 സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊബൈൽ നമ്പറോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ വരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ലൊരു മഴയ്ക്കുള്ള എല്ലാ സെറ്റപ്പും ഒരുങ്ങി വരുന്നുണ്ട്. നല്ല കാറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.